بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സവിസ്തരം പ്രതിപാദിച്ചു. ഇനി ഇങ്ങോട്ട് ഖലീഫമാരുടെ വഫാത്ത്, സ്വാലിഹീങ്ങളുടെ വഫാത്ത്, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ട് സ്വാലിഹീങ്ങളുടെ അനുഭവങ്ങൾ, അതെല്ലാമാണ് പറയുന്നത്. ഒന്നാമത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ കുറിച്ചാണ്. ആ വഫാത്തിന്റെ അവസരത്തിൽ ഉണ്ടായ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. വഫാത്തു അബീബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത്. അദ്ദേഹം വഫാത്താവുന്നത് 63-ാമത്തെ വയസ്സിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ നബിതങ്ങളെക്കാൾ 3 വയസ്സൊറ്റ എളുപ്പമാണ്. 2.5 വയസ്സോ. അവിടുന്ന് വഫാത്തായി 2.5 വയസ്സായപ്പം അബൂബക്കർ സിദ്ദീഖ് 2.5 വർഷം കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. വഫാത്തിന്റെ മുമ്പ് തന്റെ മകൾ ആയിഷ ബീവിയോട് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോളെ, നിന്റെ പിതാവിന് എത്ര വയസ്സായി? അവര് പറഞ്ഞു 63 വയസ്സ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എത്ര വയസ്സിലാണ്? മഹദി പറഞ്ഞു അത് 63 വയസ്സിലാണ്. അന്ന് വൈകുന്നേരം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിയതുപോലെ വഫാത്തിലും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റി. ബാക്കി കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ലമ്മഹ്തുദിറ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ ജാഅത്ത് ആയിഷത്ത് റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നു. ഫതമസ്സലത്ത് ബിഹാദൽ ബൈത്ത്, ഈ ബൈത്ത്, ഈ പുറകെ പറയുന്ന പദ്യം അവർ ഓർത്തെടുത്ത് ആലപിച്ചു. അദ്ദേഹത്തിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു കവിയുടെ കവിതയാണ്. ആ കവിത അദ്ദേഹം ആയിഷ ബീവി എടുത്ത് ആലപിച്ചു. ഒരുപാട് കവിതകൾ മനഃപ്പാടമുള്ള സാഹിത്യകാരിയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ലബീദിന്റെ 1000-ഓളം കവിതകൾ ആയിഷ ബീവിക്ക് മനഃപ്പാടമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ലബീദ് പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ 1000-ഓളം കവിതകൾ ആയിഷ ബീവിക്ക് മനഃപ്പാടമായിരുന്നു. അപ്പൊ അതിൽപ്പെട്ട ഏതോ ഒരു ബൈത്താണിത്. ലഅംറുക മാ യുഗ്നി സറാഉ അനിൽ ഫതാ ഇദാ ഹശ്റജത് യൗമൻ വലാഖ ബിഹാ സദ്റു. ലഅംറുക, നിന്റെ ആയുസിനെ തന്നെ സത്യം. ഏതോ ഒരു കവി പറഞ്ഞതാണ്, പിന്നെ ജാഹിലി കവി. മാ യുഗ്നി സറാഉ, സമ്പത്ത് പ്രയോജനം ചെയ്യുകയില്ല, ഖനിയാക്കുകയില്ല, സ്വയാശ്രയമാക്കുകയില്ല, അനിൽ ഫത്ത, ഒരു യുവാവിനെ തൊട്ട്. എങ്ങനത്തെ യുവാവ്? ഇദാ ഹശ്റജത് യൗമൻ, ആ യുവാവിന്റെ നഫ്സ് ഒരു ദിവസം പിന്നെ ഗർഗറയുടെ അവസ്ഥയിലെത്തിയാൽ, മരണവക്ത്രത്തിലെത്തിയാൽ, ഹശ്റജത്തിന്റെ ലമീർ ഒരു നഫ്സിലേക്ക് വിടണം. നഫ്സ് ഗർഗറയുടെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ആ യുവാവിനെ തൊട്ട് സമ്പത്ത് പ്രയോജനം ചെയ്യുകയില്ല. വലാഖ ബിഹാ സദ്റു, ആ നഫ്സ് കാരണമായി ആ യുവാവിന്റെ സദർ ഇടുങ്ങുകയും ചെയ്തു, അഥവാ സക്കറാത്തിന്റെ അവസ്ഥയിൽ വലിക്കുകയാണ്. ആ അവസരത്തിൽ സമ്പത്തൊന്നും പ്രയോജനം ചെയ്യുകയില്ല. ഈ കവിത ആലപിച്ചു മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ഫകശഫ അൻ വജ്ഹിഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖത്തു നിന്നും തുണി എടുത്തു മാറ്റി. എന്നിട്ട് ഫകാല, അദ്ദേഹം പറഞ്ഞു, ലൈസ കഥ, മോളെ ഇങ്ങനെയല്ല, വലാകിൻ, പക്ഷേ, കൂലി, നീ പറ, വജാഅത് സക്രത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്. ഇത് പറ മോളെ, വജാഅത് സക്രത്തുൽ ഹഖി ബിൽ മൗതി എന്നാണ് തിരിച്ചിട്ട് ഇട്ടതാണ്. ഹക്കിനെ പിന്തിച്ചു, മൗത്തിനെ മുന്തിച്ചു. ഹക്കായ സക്രത്ത്, ആ വരുത്തം വന്നാൽ, മരണത്തിന്റെ
മരണത്തിനുള്ള ഹക്കായ ആ സക്കറത്ത്, ആ വല്ലാത്ത അവസ്ഥ ഉണ്ടായാൽ ഉണ്ടാകുന്ന സന്ദർഭം സൂറത്തു ഖാഫിൽ അല്ലാഹ് പറഞ്ഞ ദാലിക മാ കുന്ത മിൻഹു തഹീദ്, അത് ഒരു കാര്യമാണ്, അതിനെ തൊട്ട് നീ പിന്തിരിഞ്ഞു പോകുന്നു, ചിന്തിക്കാണ്ട് അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞു പോകുന്നു. അങ്ങനത്തെ സക്കറത്തുൽ മൗത്ത് ഈ ആയത്താണ് ഇവിടെ ഇവിടെ ഓതേണ്ടത്. പിന്തിരിഞ്ഞു പോകുന്നു, അവസാനം ഈമാൻ ഇല്ലാണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനം ചിന്തിച്ച കാര്യം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഉൻദുറു സൗബയ്യ ഹാദൈനി, എന്റെ ഈ രണ്ട് വസ്ത്രം നിങ്ങൾ നോക്ക്, ഫഗ്സിലുഹുമ, ഈ രണ്ട് വസ്ത്രത്തിന് നിങ്ങൾ കഴുകു, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്, വകഫിനൂനി, എന്നെ നിങ്ങൾ കഫൻ ചെയ്യണം, ഫീഹിമ, ഈ രണ്ട് പഴകിയ നുരിമ്പിച്ച ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ, പുതിയതൊന്നും വേണ്ട. കാരണം ഫൈനൽ ഹയ്യ് ഒരു ജീവിച്ചിരിക്കുന്നയാള് ഇലൽ ജദീദി അഹ്വജു മിനൽ മയ്യിത്തി, പുതിയതിലേക്ക് ഏറ്റവും ആവശ്യക്കാരൻ മയ്യത്തിനേക്കാൾ ജീവിച്ചിരിക്കുന്നയാളാണ്. അതുകൊണ്ട് എനിക്ക് പുതിയത് വേണ്ട, പഴയത് മതി. വകാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ വീണ്ടും പാടി അന്ത മൗതിഹി, അവിടുന്ന് വഫാത്തിന്റെ, അദ്ദേഹം വഫാത്തായ അവസരത്തിൽ ഫബിയദു യുസ്തസ്ഖൽ ഗമാമു ബിവജിഹി റബീഉൽ യതാമാ ഇസ്മത്തുൻ ലിൽ അറാമിലി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അബൂ താലിബ് പാടിയതാണ്. അവിടുന്ന് ശൈശവ ബാല്യപ്രായങ്ങളിൽ അബൂ താലിബിന്റെ പിതാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പപ്പ അബ്ദുൽ മുത്തലിബ് മഴ പിന്തുന്ന ഒരവസ്ഥ ഉണ്ടായി, ക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ, ഉണക്ക് വല്ലാതെ ആയി കഴിഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കുഞ്ഞാകുന്ന തിരുനബിയെ വെളിയിലേക്ക് എടുത്തിട്ട് ആകാശവുമായി അവിടുന്ന് തിരുവദനം മുട്ടുന്ന രൂപത്തിൽ വെളിയിലേക്ക്, വീടിന്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് എടുത്തിട്ട് അവിടുന്ന് വെച്ചിട്ട് അബ്ദുൽ മുത്തലിബ് തവസ്സുലായി ദുആ ചെയ്യുമായിരുന്നു, ഈ കുട്ടിയുടെ വർക്കത്തോട് മഴ പെയ്യിപ്പിക്കണേ. അതാണ് ബുഖാരി ഷെരീഫിലെല്ലാം ഉള്ളതാണ് ഈ ബൈത്ത്. അത് അബൂ താലിബ് പാടിയത്. അബിയദ് എന്ന് പറഞ്ഞാൽ വെളുത്തയാള്. ഇസ്തസ്കൽ ഗമാമു ബിവജിഹിഹി, ഗമാമ് മഴ വർഷിക്കുന്നതിന് തേടപ്പെടും, ബിവജിഹിഹി, ഈ അബിയദിന്റെ വജിഹിനെ വെച്ചിട്ട്, അഥവാ ആ അബിയദിനെ തവസ്സുലാക്കി മേഘം മഴ വർഷിക്കുന്നതിനായി ചോദിക്കപ്പെടും. റബീഉൽ യതാമ, യതീമിന്റെ റബീആണ് ഈ കുട്ടി, യതീമുകളുടെ റബീഉ എന്ന് പറഞ്ഞാൽ വസന്തകാലം. സിമാരുൽ യതാമ എന്നാണ് ബുഖാരി ഷെരീഫിലുള്ളത്, യതീമുകളുടെ സംരക്ഷകൻ. ഇസ്മത്തുൻ ലിൽ അറാമിലി, അർമലുകൾക്കുള്ള സൂക്ഷിപ്പുകാരൻ. അർമലു എന്ന് പറഞ്ഞാല് പിന്നെ വിവാഹം കഴിച്ച് ഭർത്താവ് മരണപ്പെട്ടു പോയ സ്ത്രീ, വിധവകൾക്കുള്ള സുരക്ഷിതത്വവുമാണ് ഈ കുട്ടി എന്ന അർത്ഥം വരുന്ന പദ്യം അബൂ താലിബ് പാടുമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹാബാക്കൾപ്പെട്ട ഏതോ ഒരാൾ വിളിച്ചു പറഞ്ഞു, നബിയെ, ഞങ്ങൾ നാൽക്കാലികളെല്ലാം മരിച്ചു വീഴുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പട്ടിണിയാവുന്നു, മഴയില്ല, മഴയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണേ. ആ മിമ്പറിന്റെ മുകളിൽ ഇരുന്ന് അവിടുന്ന് രണ്ട് കൈ ഉയർത്തിയിട്ട് അല്ലാഹു മസ്കിന അല്ലാഹു മസ്കിന അല്ലാഹു മസ്കിന എന്ന് പറയേണ്ട താമസം മദീനയിൽ ഒരു കീറ് മേഘമുണ്ടായിരുന്നില്ല. ആ സമയത്ത് 4 പാടൊന്നും മഴയുടെ മേഘങ്ങൾ വന്നു കൂടി മദീനയിൽ മഴ കുമിഞ്ഞു പെയ്യാൻ തുടങ്ങി. ഭയങ്കര വർഷം. മദീനയിലെ വാദികളെല്ലാം നിറഞ്ഞൊഴുകുന്ന അവസ്ഥ ഉണ്ടായി. അന്നേരം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുണ്ട് അബൂ താലിബിന്റെ ആ പദ്യം പാടാൻ എന്ന് ചോദിച്ചു. പദ്യം അലി റളിയല്ലാഹു അൻഹു, മകനായ അലി റളിയല്ലാഹു അൻഹു പിതാവായ അബൂ താലിബിന്റെ ആ പദ്യം പാടിക്കൊടുത്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അവിടുന്ന് പുകഴ്ത്തിയുള്ള പദ്യമാണ്. ഈ പദ്യം അവിടുന്ന് ഇഷ്ടമായിരുന്നു. ഇത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ അവസരത്തിൽ പാടി. കാല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഞാനല്ല മോളെ, അത് അള്ളാഹുവിന്റെ റസൂലാണ്. വദഖലു അലൈഹി, വേറൊരു വിഷയമാണ്. ജനങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. ഫഖാല, അവർ ചോദിച്ചു, അലാ നദ്ഉ ലക, ഞങ്ങൾ താങ്കൾക്ക് വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവരട്ടെ, തബീബൻ, ഒരു വൈദ്യനെ, ചികിത്സകനെ, ഡോക്ടറെ, യൻദുറു ഇലൈക, താങ്കളുടെ രോഗം എന്താണെന്ന് നോക്കി മനസ്സിലാക്കും. ഖാല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് നളറ ഇലയ്യ തബീബി,
എന്നിലേക്ക് എൻ്റെ വൈദ്യൻ നോക്കിക്കഴിഞ്ഞു. കാല, എന്നിട്ട് ആ വൈദ്യം പറഞ്ഞു, എന്നെ ചികിത്സിക്കേണ്ട ഡോക്ടർ പറഞ്ഞു, ഇന്നി ഫഅാലുൻ ലിമാ ഉരീദ്, നിശ്ചയം ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നവനാണ് എന്ന് ആ വൈദ്യം പറഞ്ഞു. അഥവാ എനിക്ക് രോഗം വിട്ടവന് യജമാനനാണ്, എന്റെ രോഗം ചികിത്സിക്കുന്നവനും യജമാനനാണ്. ആ യജമാനൻ ഇന്നി ഫഅാലുൻ ലിമാ ഉരീദ് എന്ന് പറഞ്ഞിരിക്കുക, എന്റെ പോക്കിന്റെ ടൈമായി എന്നർത്ഥം. ഒരു മഹാനായ അള്ളാഹുവിന്റെ ഔലിയാക്കൽപ്പെട്ട ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന്റെ മരണാവസരത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കണ്ടേ, ഡോക്ടറോടൊന്ന് കാണിക്കണമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൈഫാഷ്കു തബീബി മാബി മാബി അത് ഹസല മിൻ തബീബി, അങ്ങനെയാണെന്ന് തോന്നുന്ന പദ്യം. കൈഫാഷ്കു, ഞാൻ എങ്ങനെ ആവലാത് പറയും, തബീബി, എന്റെ തബീബിനോട്, മാബി, എനിക്ക് വന്നു ഭവിച്ച അനർത്ഥത്തിനെ കുറിച്ച്, രോഗത്തിനെ കുറിച്ച് ഞാൻ എങ്ങനെ ആപലാതി പറയും. വമാബി, എനിക്ക് വന്നത് അത് ഹസല മിൻ തബീബി, അത് എന്റെ തബീബിൽ നിന്നും കിട്ടിയതാണ്. എന്റെ തബീബ് എന്റെ യജമാനനാണ്, എന്റെ സൃഷ്ടികർത്താവാണ് എന്റെ തബീബ്. ആ സൈസ് അത്തരം ഒരു വാക്കാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഞാൻ എന്റെ തബീബിനോട്, പിന്നെ തബീബ് എന്റെ അസുഖങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇന്നി ഫഅാലുൻ ലിമാ ഉരീദ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഫദഖല അലൈഹി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തിരുനബി മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കൽ വന്നു, യഊദുഹു, സന്ദർശിക്കാൻ വേണ്ടി. ഫഖാല, എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ അബൂബക്കർ, അബൂബക്കറെ, ഔസിന, ഞങ്ങൾക്ക് താങ്കൾ വസിയത്ത് ചെയ്യണം, ഞങ്ങളെ ഉപദേശിക്കണം, അന്ത്യ ഉപദേശം. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമുദ്ദുന്യ, പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് ദുന്യാവിനെ തുറന്നു തരും. ഇനിയുള്ള കാലഘട്ടം അങ്ങനെയായിരിക്കും, സഹാബത്തിന് ക്ഷേമത്തിന്റെ കാലഘട്ടമായിരിക്കും, ക്ഷാമത്തിൻ്റെതായിരിക്കൂല. ദുന്യാവിനെ തുറന്നു വരും. പക്ഷേ ഫലാ തഅഖുദന്ന മിൻഹാ, നീ ആ ദുന്യാവിൽ നിന്നും സ്വീകരിക്കരുത്, ഇല്ലാ ബലാഗക, നിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളതല്ലാതെ. നിന്റെ ബലാഗ്, രണ്ടറ്റം മുട്ടിക്കുക എന്ന് കേട്ടിട്ടില്ല, ജീവിതത്തിന് രണ്ടറ്റം മുട്ടിക്കുക, അത്രയും മതി. അത് അല്ലാണ്ട് ബാക്കിയുള്ളത് നീ സ്വീകരിക്കരുത്, കെട്ടിപ്പൂട്ടി വെക്കരുത്. വാലം, നീ അറിയണം, അന്നമൻ സ്വലാത്ത സുബഹി, ആരെങ്കിലും സുബഹി നമസ്കാരം നമസ്കരിച്ചാൽ ഫൗവാബൻ ഫീ ദിമ്മത്തില്ലാഹി, അള്ളാഹുവിന്റെ കരാറിലാണ്, അള്ളാഹുവിന്റെ സുരക്ഷിതത്വത്തിലാണ്, അള്ളാഹുവിന്റെ കാവലിലാണ്. ഫലാ തുഖ്ഫിറന്നല്ലാഹ ഫീ ദിമ്മത്തിഹി, നീ അള്ളാഹ് നൽകിയ ആ ദിമ്മത്തിൽ നീ അള്ളാഹുവിനോട് എതിര് ചെയ്യരുത്, അഥവാ അള്ളാഹ് നൽകിയ ദിമ്മത്തിനെ നീ കീപ്പിച്ച് ചീന്തരുത്. അങ്ങനെ ചെയ്താൽ ഫയകുബ്ബക ഫിന്നാരി, നിന്നെ അള്ളാഹു തആല മുഖം കുത്തി വീഴ്ത്തും, നരകത്തിൽ, അലാ വജ്ഹിക, നിന്റെ മുഖം കുത്തി നരകത്തിലേക്ക് എടുത്തിടും. അഥവാ സുബഹി നമസ്കാരം നമസ്കരിച്ചയാള് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലിലാണ്, അയാളെ ഉപദ്രവിക്കാൻ നീ പോകരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. വലമ്മ സഖുല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു രോഗം വല്ലാതെ കഠിനമായപ്പോൾ, വഅറാദന്നാസു മിൻഹു, ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഉദ്ദേശിച്ചു, അൻ യസ്തഖ്ലിഫ, ഒരു ഖലീഫയെ തീരുമാനിക്കാൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിനെ സംരക്ഷിക്കേണ്ട, ഉമ്മത്തിനെ നയിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഖലീഫ വേണം. ആ ഖലീഫയെ സംബന്ധിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. അപ്പൊ ഫസ്തഖലഫ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി നിശ്ചയിച്ചു. അത് ജനങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഉമറുൽ ഫാറൂഖ് അല്പം കടുപ്പക്കാരനാണ്. ഫഖാലന്നാസ്, അപ്പൊ ജനങ്ങൾ ചോദിച്ചു, ലഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട്, ഇസ്തഖലഫ്ത അലൈന, ഞങ്ങളുടെ മേൽ താങ്കൾ ഖലീഫയാക്കിയോ, ഫള്ളൻ, പരുഷ സ്വഭാവിയെ, ഖലീലൻ, കഠിന ഹൃദയനെ, ഫമാദാ തഖൂലു റബ്ബിക, താങ്കൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന്റെ മേൽ ഇങ്ങനെ പരുഷ സ്വഭാവിയെ, കഠിന ഹൃദയത്തിനെ ഏൽപ്പിച്ചാൽ, താങ്കളുടെ രക്ഷിതാവ് ചോദിച്ചാൽ രക്ഷിതാവിനോട് എന്തു പറയും? ഫഖാല, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖൂലു, ഞാൻ പറയും അള്ളാഹുവിനോട്, ഇസ്തഖ്ലഫ്തു, ഞാൻ ഖലീഫയാക്കി നിശ്ചയിച്ചു, അലാ ഖൽഖിക, നിന്റെ സൃഷ്ടികളുടെ മേൽ, ഖൈറ ഖൽഖിക, ഇന്ന് നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായ വ്യക്തിയെയാണ് ഞാൻ ഖലീഫയാക്കിയത്. വേറൊരു റിവായത്ത് കിതാബുകളിൽ വരുന്നുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനോട് പറയും, എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, പഠിച്ചവനെ, ഞാൻ ഖലീഫയാക്കിയത് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തി അടഞ്ഞ രീതിയിൽ വഫാത്തായ ആ വ്യക്തിയെയാണ്. അവിടുന്ന് വഫാത്താവുമ്പോൾ അദ്ദേഹത്തിൽ അള്ളാഹു റസൂല് സംതൃപ്തനായിരുന്നു, അങ്ങനത്തെ വ്യക്തിയെയാണ് ഞാൻ ഖലീഫയാക്കിയത്.
എന്ന് ഞാൻ പറയുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. പിന്നീട് അർസലയില ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹം ആളെ അയച്ചു. വഫാത്തിനുള്ള ഉപദേശമാണ്. ഫഖാല ഫജാ ഉമർ ഫാറൂഖ് വന്നു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നി മൂസീക ബി വസിയത്തിന്, ഉമറെ ഞാൻ നിനക്ക് ഒരു വസിയത്ത് ചെയ്യുകയാണ്. ഏതെന്ന് നീ അറിയണം, അന്ന ലില്ലാഹി ഹഖൻ ഫിന്നഹാർ, നിശ്ചയം അള്ളാഹുനുണ്ട് പകലിൽ ചെയ്തു തീർക്കേണ്ട ചില ഹക്കുകൾ, ലാ യഖ്ബലുഹു ഫിൽ ലൈലി, അതിനെ രാത്രി അള്ളാഹ് സ്വീകരിക്കത്തില്ല. വഅന്ന ലില്ലാഹി ഹഖൻ ഫിൽ ലൈൽ, അള്ളാഹുവിന് രാത്രിയിൽ ചെയ്യേണ്ട ചില ഹക്കുകളുണ്ട്, ലാ യഖ്ബലുഹു ഫിന്നഹാർ, അതിനെ അള്ളാഹു പകലിൽ സ്വീകരിക്കുകയില്ല. അതൊന്നും എനിക്ക് മനസ്സിലായത്, ഓരോ കാര്യങ്ങൾക്ക് ഓരോ ടൈമുണ്ട്, ആ ടൈമിൽ തന്നെ ചെയ്യണം, അത് പിന്തിക്കരുത് എന്നാണ്. വഅന്നഹു ലാ യഖ്ബലു നാഫിലത, പടച്ചതമ്പുരാൻ നാഫിലത്തിനെ സ്വീകരിക്കുകയില്ല, ഹത്താ തുഅദ്ദിയൽ ഫരീദത, നീ ഫർള് നിർവഹിക്കുന്നത് വരെ. ഫർള് ചെയ്തെങ്കിൽ മാത്രമേ നാഫിലത്ത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, കബൂലിയത്ത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഫർള് നിർബന്ധമായി ആദ്യം ചെയ്യുക. ബൈനമാ സഖുലത്ത് മവാസീനു മൻ സഖുലത്ത് മവാസീനുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മീസാനുകൾ ഭാരമാകുന്ന ചിലരുണ്ട്, അവരുടെ മീസാനിന് ഭാരമുണ്ടാകുന്നത് ബിത്തിബാഹിം, അവർ പിൻപറ്റിയ കാരണത്താലാണ്, അൽ ഹക്ക, ഹക്കിനെ, ദുന്യാവിൽ, വസിഖലിഹി, ആ ഹക്ക് ഭാരം നൽകിയതിന്റെ പേരിലുമാണ്, അലഹിം, അവരുടെ മേൽ, മീസാനിൽ ആ ഹക്ക് അവർക്ക് ഭാരം നൽകും. ഹക്കുൻ ലി മീസാനിൻ, ഒരു മീസാനിന് അർഹമാണ്. എങ്ങനത്തെ മീസാൻ? ലാ യൂളഉ ഫീഹി ഇല്ലൽ ഹക്കു, അതിൽ ഹക്കല്ലാണ്ട് വെക്കപ്പെടുകയില്ല. അങ്ങനെയുള്ള മീസാനിന് അർഹമാണ് അൻ യസ്കുല, അത് ഭാരമാകൽ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഫമൻ സഖുലത് മവാസീനുഹു, ആരുടെങ്കിലും മീസാനിന് ഭാരമുണ്ടെങ്കിൽ എന്നല്ലേ, ഫഹുവ ഫീ ഈശത്തിർ റാദിയ. വഇന്നമാ ഖഫത്ത് മവാസീനു മൻ ഖഫത്ത് മവാസീനുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആരുടെയെങ്കിലും മീസാൻ ലഘുവായി, ഭാരം കുറഞ്ഞതായി, അങ്ങനെ ഭാരം കുറഞ്ഞെങ്കിൽ അങ്ങനെ കുറയുന്നത് ബിത്തിബാഇൽ ബാത്തിലി, ബാത്തിലിനെ അവർ പിൻപറ്റിയ കാരണത്താലാണ്, ബാത്തിലിന് ഭാരമുണ്ടാവുകയില്ല. ബഖിഫത്തിഹി അലൈഹിം, ആ ബാത്തിൽ അവരുടെ മേൽ ഭാരമില്ലാതാകുന്ന കാരണത്താലാണ്. അത് സക്കുലത്തുണ്ടെങ്കിലേ ഉള്ളൂ രക്ഷയുള്ളൂ, ഖഫത്താണെങ്കിൽ രക്ഷയില്ല. അതാണ് ആഖിറത്തിലെ പിന്നെ തുലാസ് അങ്ങനെയാണ്, നന്മയ്ക്ക് ഭാരമുണ്ടാകും, തിന്മയ്ക്ക് ഭാരമുണ്ടാവില്ല. ഭാരമുള്ളയാൾ സ്വർഗത്തിൽ പോകും, ഭാരമില്ലാത്തയാള് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പരാജയത്തിലേക്ക് പോകും. ഹക്കുല്ലി മീസാനിൻ, ഒരു മീസാനിന് അർഹമാണ്. എങ്ങനത്തെ മീസാൻ? ലാ യൂളഉ ഫീഹി ഇല്ലൽ ബാത്തിൽ, അതിൽ ബാത്തിൽ മാത്രമേ വെക്കപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള മീസാനിന് അർഹമാണ് അൻ യഖുഫാദെ, ലഘുവാകുക എന്നുള്ളത്, ഭാരമില്ലാതാകുക എന്നുള്ളത്. വമൻ ഖഫത്ത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ. വേറെ ആയത്തുകളുണ്ട്. വൈനല്ലാഹ്, നിശ്ചയം അള്ളാഹു, ദക്കറ അഹ്ലൽ ജന്നത്തി, സ്വർഗവാസികളോട് അവൻ സംസാരിച്ചു, ബി അഹ്സനി അഅമാലിഹിം, അവരുടെ ഏറ്റവും നല്ല അമലുകളെ കൊണ്ട്, അമലുകളെ എടുത്തു പറയും, നല്ല അമലുകളെ അള്ളാഹു താല എടുത്തു പറയും. തജാവസ അൻ സയ്യിആത്തി, അവരുടെ സയ്യിഅത്തുകളേക്ക് അള്ളാഹു താല വിടുതൽ ചെയ്യും. അവർ ചെയ്ത നന്മകൾ അള്ളാഹു എടുത്തു പറയും. ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. യഖൂലു ഖായിലു, അപ്പോ അത് കണ്ടിട്ട് പറയുന്ന ഒരാൾ പറയും, അന ദൂന ഹാഉല, ഞാൻ ഇക്കൂട്ടരേക്കാൾ താഴെയാണ്, പല അബ്ലുഗു മബ്ലഗ ഹാഉല, ഇക്കൂട്ടരുടെ സ്ഥാനത്തേക്ക് ഞാൻ എത്തുകയില്ല എന്നവർ പറയും. അള്ളാഹു ദക്കറ അഹ്ലന്നാരി, അഹ്ലിന്നാറിനോട് അള്ളാഹ് പറയും, ബി അസ്വഇ അഅമാലി, അവരുടെ ഏറ്റവും മോശമായ അമല് മാത്രം എടുത്തു പറയും. വറദ്ദ അലൈഹിം സാലിഹല്ലദി അമലു, അവർ ചെയ്ത സാലിഹ അമലിനേക്ക് അള്ളാഹു തആല തർദീദ് ചെയ്യും, തട്ടിക്കളയും, തിരസ്കരിക്കും. അപ്പൊ ഫയഖൂലു ഖായിലു, ഒരു കാണുന്ന ആൾ പറയും, അന അഫ്ളലു മിൻ ഹൗലാഇ, അൽഹംദുലില്ലാഹ്, ഞാൻ അങ്ങനെ ആയില്ലല്ലോ, അതിനേക്കാൾ ഞാൻ ശ്രേഷ്ഠനാണെന്ന് പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വൈനല്ലാഹ് ദക്കറ ആയത്തുർ റഹ്മത്തി, അള്ളാഹു തആല റഹ്മത്തിന്റെ ആയത്തിനെ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ അദാബി, അദാബിന്റെ ആയത്തും ഖുർആനിലുണ്ട്. എന്തിനാ രണ്ടും പറഞ്ഞത്? അതിൽ യകൂനൽ മുഅ്മിനു, മുഅ്മിൻ ആകാൻ വേണ്ടി, റാഗിബൻ റാഹിബ, റഹ്മത്തിൽ റാഹിബൻ, റഹ്മത്തിൽ ആഗ്രഹിക്കുന്നവനും, റാഹിബൻ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ ഭയപ്പെടുന്നവനുമാകാൻ വേണ്ടി. റഹ്മത്തിൽ ആഗ്രഹിക്കുന്നവനും അതുപോലെ തന്നെ അദാബിൽ ഭയപ്പെടുന്നവനുമാകാൻ വേണ്ടി അള്ളാഹു തആല രണ്ടും പറഞ്ഞിട്ടുണ്ട്.
വലായുൽഖി മുഅ്മിൻ ഇടരുത് ബിയദിഹി അവന്റെ രണ്ട് കയ്യിനെ ഇല തഹ്ലുക്കത്തി നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടരുത്. വലാ യതമന്ന അലല്ലാഹി അള്ളാഹുവിന്റെ മേൽ അയാൾ കൊതിക്കരുത്. ഗൈറൽ ഹക്കി ഹക്കല്ലാത്തതിനെ കൊതിക്കരുത്. ഹക്കിനെ മാത്രമേ ആഗ്രഹിക്കാവൂ. അള്ളാഹുവിന്റെ മേൽ ഹക്കു മാത്രം ആഗ്രഹിക്കുക, ഹക്കായ കാര്യത്തിന് മാത്രം ആഗ്രഹിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് ഇത്രയും പറഞ്ഞതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈൻ ഹഫിൽത വസിയ്യതി ഹാദിഹി, എൻ്റെ ഈ വസിയ്യത്തിനെ നീ സ്വീകരിച്ചാൽ, അതിനെ നീ സൂക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ അതിനെ നീ സ്വീകരിച്ചാൽ, ഫലാ യകൂനു ഗായിബുൻ അഹബ്ബു ഇലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിബായ നിന്റെ മുമ്പിലില്ലാത്ത ഒരു വസ്തുവും ഉണ്ടാവുകയില്ല, മിനൽ മൗത്തി മരണത്തിനേക്കാൾ നിനക്ക് ഇഷ്ടപ്പെട്ട ഗായിബായ ഒരു വസ്തുവും ഉണ്ടാവുകയില്ല. ഇങ്ങനെയാണ് നീ ജീവിച്ചതെങ്കിൽ ഗായിബായ വസ്തുക്കളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടം മരണത്തിനെ ആയിരിക്കും, അഥവാ മരിക്കാൻ നീ ഇഷ്ടപ്പെടും. വലാ ബുദ്ധലക മിൻഹു, നിനക്കത് അത്യാവശ്യമാണ്. മരണം വരും. ആ മരണത്തിനേക്കാൾ നിനക്ക് മഹബത്തുള്ള ഒരു വസ്തുവും ഉണ്ടാവുകയില്ല, കാരണം നിനക്ക് ഭയം ഉണ്ടാവുകയില്ല ഈ വസിയത്ത് സ്വീകരിച്ചാൽ. വൈൻ ലയ്യഅത വസിയത്തി, എന്റെ വസിയത്തിനെ നീ പാഴാക്കിയാൽ, ഫലാ യകൂനു ഗായിബുൻ അബ്ഗദു ഇലൈക, നിനക്ക് നീ വെറുത്ത കാര്യങ്ങളിൽ, ഗായിബായ വെറുത്ത കാര്യങ്ങളിൽ ഏറ്റവും വെറുത്തതായിട്ട് ഒന്നും ഉണ്ടാവുകയില്ല, മിനൽ മൗത്ത് മൗത്തിനേക്കാൾ നിനക്ക് ഏറ്റവും വെറുപ്പ് മരണത്തിനെ ആയിരിക്കും. കാരണം പോകാൻ പേടിയാണ്, അതുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്താകും എന്നുള്ള ഭയം, അപ്പോ വെറുപ്പ് കൂടും. വലാ ബുദ്ധലക മിൻഹു, നിനക്ക് അത്യാവശ്യമാണ്. വലസ്തബി മുഅ്ജിസി, നീ അതിനെ തൊട്ട് അശക്തമാക്കുകയില്ല, അഥവാ മരണത്തിൽ നിന്ന് ഓടി ഒളിച്ച് നീ മരണത്തിന്റെ മുമ്പിൽ പിടികിട്ടാ പുള്ളി ആകുകയില്ല. മരണം വരുന്ന സമയത്ത് വരും, യാതൊരു സംശയവുമില്ല. നിനക്കതിനോട് ഇത് വെറുപ്പുണ്ടാകും ഈ വസിയത്തിനെ പാഴാക്കിയാൽ. ഈ വസിയത്ത് അനുസരിച്ച് ചെയ്താൽ നിനക്കതിനോട് താല്പര്യമുണ്ടാകും, നീ ആ മരണത്തിനെ ആഗ്രഹിക്കും. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തുമായി ബന്ധപ്പെട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.